CA ഫൗണ്ടേഷൻ ജൂൺ 24 എക്സാംസിലേക്കുള്ള റിവിഷൻ സീരീസിലെ സെക്കൻഡ് വീഡിയോ ആണിത്. നമ്മുടെ RTP ബേസ്ഡ് റിവിഷൻ. നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ കോൺട്രാക്ട് ആക്ടിലെ ക്വസ്റ്റ്യൻസ് RTPയിലെ ക്വസ്റ്റ്യൻസ് ഫുള്ള് ഡിസ്കസ് ചെയ്തിരുന്നു. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ ക്വസ്റ്റ്യൻ നമ്പർ 9 തൊട്ടാണ് നമ്മൾ RTPയിൽ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്, പ്രകാശ് റീച്ചസ് എ സ്വീറ്റ് ഷോപ്പ് ആൻഡ് ആസ്ക്സ് ഫോർ 1 kg ഓഫ് ബർഫി ഇഫ് ദ സ്വീറ്റ്സ് ആർ ഫ്രഷ്. ആൾ സ്പെസിഫിക് ആയിട്ട് റിക്വയർമെന്റ് പറയുന്നുണ്ട്. ബയർ സെല്ലറിനോട് എന്ത് പേർപ്പസിനാണ് ഈ കോൺട്രാക്ട് ഞാൻ എൻ്റർ ചെയ്യുന്നത്, എനിക്ക് എന്താ വേണ്ടത്, അതിൻ്റെ റിക്വയർമെന്റ് എന്താണെന്നുള്ള പറയുന്നുണ്ട്. സെല്ലർ റിപ്ലൈസ്, സാർ മൈ ഓൾ സ്വീറ്റ്സ് ആർ ഫ്രഷ് ആൻഡ് ഓഫ് ഗുഡ് ക്വാളിറ്റി. പ്രകാശ് എഗ്രീസ് ടു ബൈ ഓൺ ദി കണ്ടീഷൻ ദാറ്റ് ഫസ്റ്റ് ഹി ടേസ്റ്റ്സ് one piece of the burfi to check the quality. The seller gives him 1 piece to taste. Prakash, on finding the quality is good, asks the seller to pack. അപ്പോൾ ഇവിടെ ഇപ്പോൾ 2 ഫാക്ടേഴ്സ് ഉള്ളത്. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ നമുക്കൊരു ഇംപ്ലൈഡ് കണ്ടീഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കണ്ടീഷൻസ് ആർ സ്റ്റിപ്പുലേഷൻസ് എസെൻഷ്യൽ ടു ദ മെയിൻ പർപ്പസ് ഓഫ് ദി കോൺട്രാക്ട്. സ്റ്റിപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. കോൺട്രാക്റ്റിൽ ഒരു പേഴ്സൺ എൻ്റർ ചെയ്യുമ്പോൾ ചില സ്പെസിഫിക് കാര്യങ്ങളുണ്ട്. ആ പെർട്ടിക്കുലർ പേർപ്പസിനായിട്ടാണ് ഞാൻ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നത്. ആ പേർപ്പസ് സാറ്റിസ്ഫൈഡ് ആയില്ലെങ്കിൽ എനിക്ക് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനുള്ള യാതൊരു താല്പര്യമില്ലെന്നും അതിന് നമ്മൾ കണ്ടീഷൻസ് എന്ന് വിളിക്കും. ആൻഡ് ഈ കണ്ടീഷൻ വയലേറ്റ് ആയാൽ നമുക്ക് കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാനും പറ്റും. അപ്പോൾ ഇവിടെ ആൻഡ് അതിൽ തന്നെ പെട്ടതാണ് ഇംപ്ലൈഡ് കണ്ടീഷൻ, വിച്ച് മീൻസ് സ്പെസിഫിക് ആയിട്ട് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് സെല്ലറോ ബയറോ പറയേണ്ട ആവശ്യമില്ല. ഈ കണ്ടീഷൻസ് ഒക്കെ ഇംപ്ലൈഡ് ആണ്. അതിൽ പെട്ട കുറച്ച് പോയിന്റ്സ് ഉണ്ടായിരുന്നു. ഇംപ്ലൈഡ് കണ്ടീഷൻ ആസ് ടു ടൈറ്റിൽ, ഇംപ്ലൈഡ് കണ്ടീഷൻ ആസ് ടു സാമ്പിൾ, ഇംപ്ലൈഡ് കണ്ടീഷൻ ആസ് ടു ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ ഇംപ്ലൈഡ് കണ്ടീഷൻ ആസ് ടു ഡിസ്ക്രിപ്ഷൻ പറയുന്നത് ബയർ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് അയാൾക്ക് ഒരു പ്രൊഡക്റ്റിൽ വേണ്ട എന്തെങ്കിലും സ്പെസിഫിക് റിക്വയർമെന്റ് അത് മെൻഷൻ ചെയ്താൽ, പിന്നെ സെല്ലർ അത് എഗ്രീം ചെയ്തു, നിങ്ങൾ പറഞ്ഞ ഡിസ്ക്രിപ്ഷൻ മീറ്റ് ചെയ്യുന്ന ഗുഡ്സ് ആണത് എന്ന് പറയുകയും ചെയ്താൽ, പിന്നെ ഗുഡ്സ് ആ പറഞ്ഞ ഡിസ്ക്രിപ്ഷൻ മീറ്റ് ചെയ്തില്ലെങ്കിൽ ബയർക്ക് കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ലോസ് ഉണ്ടായ ഡാമേജസ് ക്ലെയിം ചെയ്യുക, ഇങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ സ്പെസിഫിക് ആയിട്ട് റിക്വയർമെന്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, വിച്ച് മീൻസ് ദിസ് ഇസ് ഇംപ്ലൈഡ് കണ്ടീഷൻ ആസ് ടു ഡിസ്ക്രിപ്ഷൻ. ഇത് ഫസ്റ്റ് പോയിന്റ്, കണ്ടീഷൻ ആസ് ടു ഡിസ്ക്രിപ്ഷൻ. സെക്കൻഡ് പോയിന്റ്, എനിക്കൊരു പീസ് ടേസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അത് കൊടുക്കും ചെയ്തു സെല്ലർ. അപ്പോൾ അവിടെ ഇംപ്ലൈഡ് കണ്ടീഷൻ ആസ് ടു സാമ്പിൾ എന്നുള്ള പോയിന്റും കവേർഡായി. 2 പോയിന്റ്സ്. പിന്നെ ഓൺ റീച്ചിങ് ദി ഹൗസ്, പ്രകാശ് ഫൈൻഡ്സ് ദാറ്റ് ദി ബർഫി ഈസ് സ്റ്റെയിൽ. സാധനം ക്വാളിറ്റി ഇല്ല, നോട്ട് ഫ്രഷ്, വൈൽ ദി പീസ് ടേസ്റ്റഡ് വാസ് ഫ്രഷ്. നൗ ഇംപ്ലൈഡ് കണ്ടീഷൻ ആസ് ടു സാമ്പിൾ എന്ന് പറയുന്നത് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിലെ റിക്വയർമെന്റ് ആണ്. സെയിൽ ബൈ സാമ്പിൾ. സാമ്പിൾ കാണിച്ചിട്ട് സെയിൽ നടത്തി കഴിഞ്ഞാൽ ബൾക്ക് ഷാൽ കറസ്പോണ്ട് വിത്ത് സാമ്പിൾ എന്നുള്ളൊരു ഇംപ്ലൈഡ് കണ്ടീഷൻ ഉണ്ട്. ബൾക്ക് ഷാൽ കറസ്പോണ്ട് എന്ന് പറഞ്ഞാൽ മാച്ച് ആവണം. കറസ്പോണ്ട് വിത്ത് സാമ്പിൾ. സാമ്പിൾ കാണിച്ചിട്ട് സെയിൽ നടത്തി കഴിഞ്ഞാൽ അവിടെ ഒരു ഇംപ്ലൈഡ് കണ്ടീഷൻ ഉണ്ട്, നിങ്ങൾ കൊടുത്ത ബൾക്ക് നിങ്ങൾ കാണിച്ച സാമ്പിളുമായിട്ട് മാച്ച് ആവണം. മാച്ച് ആയില്ലെങ്കിൽ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കീവേഡ്, ബൾക്ക് ഷാൽ കറസ്പോണ്ട് വിത്ത് സാമ്പിൾ. ലെറ്റ്സ് സീ. സ്റ്റേറ്റ് വിത്ത് റീസൺസ് വെദർ പ്രകാശ് ക്യാൻ അവോയ്ഡ് ദി കോൺട്രാക്ട് അണ്ടർ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്. യെസ്, ബൾക്ക് കറസ്പോണ്ടോ ചെയ്തില്ല, സാമ്പിളുമായിട്ട് കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റും. വിൽ യു ആൻസർ ബി ഡിഫറെന്റ് ഇഫ് പ്രകാശ് ഡസ് നോട്ട് ടേസ്റ്റ് ദി സ്വീറ്റ്സ്? ഇനി അഥവാ ടേസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിലും ആൻസർ വുഡ് റിമെയിൻ ദ സെയിം. വൈ ആൻസർ വുഡ് റിമെയിൻ ദ സെയിം? കാരണം സാമ്പിളുമായിട്ട് മാച്ച് ആയില്ലെങ്കിലും ഫസ്റ്റത്തെ ഒരു ഇംപ്ലൈഡ് കണ്ടീഷൻ വേറെ ഒന്നുണ്ടായിരുന്നു. ആൾ സ്പെസിഫിക് ആയിട്ട് റിക്വയർമെന്റ് ഡിസ്ക്രിപ്ഷൻ എന്താണെന്നുള്ള പറഞ്ഞിരുന്നു. ഡിസ്ക്രിപ്ഷൻ മാച്ച് ആയിട്ടില്ല ഈ കേസിൽ. അപ്പോൾ ഇവിടെയും ഇംപ്ലൈഡ് കണ്ടീഷൻ ആയതുകൊണ്ട് കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. പിന്നെ സാമ്പിൾ സ്പെസിഫിക് ആയിട്ട് ഒരു പോയിന്റ് പറയുന്നുണ്ട്, ബയറിന് ചെക്ക് ചെയ്യാനുള്ള റീസണബിൾ ഓപ്പർച്യൂണിറ്റി കൊടുക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ. ആ പോയിന്റ്സ് ഒക്കെ സാറ്റിസ്ഫൈഡ് ആണ്. സോ ഇവിടെ 2 കേസിലും കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റും. By virtue of section 17, ഇനി അഥവാ സെക്ഷൻ നമ്പർ അറിയില്ല എന്നുണ്ടെങ്കിൽ, ആസ് പെർ റെലവെന്റ് പ്രൊവിഷൻസ് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, ആസ് പെർ റെലവെന്റ് പ്രൊവിഷൻസ് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്. ഫുൾ എഴുതാം കേട്ടോ. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഷോർട്ടായിട്ട് നിങ്ങൾക്ക് വീഡിയോൻ്റെ ലെങ്ത് കുറക്കാൻ വേണ്ടിയിട്ട്, ടൈം വേസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഷോർട്ടായിട്ട് എഴുതാണ്. 1930 ആസ് പെർ റെലവെന്റ് പ്രൊവിഷൻസ് ഓഫ് ദി സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 എന്ന് എഴുതിയിട്ട്, in the case of contract of sale by sample, there is an implied condition that bulk, ഇതാണ് ഇവിടെ കീവേഡ്, എന്തായാലും ആൻസർ ഷീറ്റിൽ വരേണ്ട പോയിന്റ്, ബൾക്ക് ഷാൽ കറസ്പോണ്ട് വിത്ത് സാമ്പിൾ ഇൻ ക്വാളിറ്റി ആൻഡ് ദ ബയർ ഷാൽ ഹാവ് റീസണബിൾ ഓപ്പർച്യൂണിറ്റി ഓഫ് കമ്പയറിംഗ് ദ ബൾക്ക് വിത്ത് സാമ്പിൾ. ഈ 2 പോയിന്റ്സ്, ഒന്ന് ബൾക്ക് സാമ്പിളുമായിട്ട് മാച്ച് ആവുമെന്നും ബയറിന് സെല്ലർ റീസണബിൾ ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. ബൾക്ക് ഡെലിവറി ചെയ്യുന്ന സമയത്ത് ബൾക്ക് സാമ്പിളുമായിട്ട് മാച്ച് ആവുന്നില്ല എന്ന് ചെക്ക് ചെയ്യാനുള്ള റീസണബിൾ ഓപ്പർച്യൂണിറ്റി സെല്ലർ കൊടുക്കണം. പിന്നെ അക്കോർഡിംഗ് ടു സെക്ഷൻ 15, വേർ ദർ ഇസ് എ കോൺട്രാക്ട് ഓഫ് സെയിൽ of goods by description, the implied condition as to description പറ്റി പറഞ്ഞിരിക്കുന്നത്. There is an implied condition that goods shall correspond with the description. If the goods do not correspond with the implied condition, buyer can avoid the contract and reject the goods. So in the instant case, sale of sweet is by sale by sample and the quality of the bulk does not correspond with the quality of the sample.
ഹെൻസ് പ്രകാശ് ക്യാൻ റിട്ടേൺ, കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റും. സെക്കൻഡ് കേസിൽ അപ്പോൾ ഫസ്റ്റത്തെ ആൻസർ സെയിൽ ബൈ സാമ്പിൾ എന്നുള്ള പോയിന്റിലായിരുന്നു. സെക്കൻഡ് ആൻസർ ഇൻ ദി അതർ കേസ് സെയിൽ ഓഫ് സ്വീറ്റ് ഇസ് ബൈ സെയിൽ ബൈ ഡിസ്ക്രിപ്ഷൻ ആൻഡ് ദി ക്വാളിറ്റി ഓഫ് ദി ഗുഡ്സ് ഡസ് നോട്ട് കറസ്പോണ്ട് വിത്ത് ഡിസ്ക്രിപ്ഷൻ. രണ്ടിനും നമുക്ക് എഴുതാനുള്ള കീവേഡ് സെയിം ആണ്. സാമ്പിൾ കാണിച്ചാൽ ബൾക്ക് ഷാൽ കറസ്പോണ്ട് വിത്ത് സാമ്പിൾ. സാമ്പിൾ കാണിക്കാതെയാണെങ്കിൽ നമ്മൾ ഗുഡ്സ് ഷാൽ കറസ്പോണ്ട് വിത്ത് ദി ഡിസ്ക്രിപ്ഷൻ എന്നുള്ളത് പോയിന്റാണ് നമ്മളോട് കീവേഡ് ആയിട്ട് മെൻഷൻ ചെയ്യുക. കറസ്പോണ്ട് എന്ന് പറഞ്ഞാൽ മാച്ച് ആവണം. മാച്ച് ആയില്ലെങ്കിൽ ഇവിടെയും നിങ്ങൾക്ക് കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഗുഡ്സ് റിട്ടേൺ ചെയ്യാം. കാരണം കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആ പേർപ്പസിനായിട്ട് ഞാൻ കോൺട്രാക്ട് എൻ്റർ ചെയ്ത് ആ പേർപ്പസ് സാറ്റിസ്ഫൈഡ് ആയില്ലെങ്കിൽ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റും. നേരെ കുറച്ച് വാറണ്ടീസ് അങ്ങനെയല്ല. വാറണ്ടി നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. വാറണ്ടീസ് ആർ സ്റ്റിപ്പുലേഷൻസ് കൊളാറ്ററൽ ടു ദ മെയിൻ പർപ്പസ് ഓഫ് ദി കോൺട്രാക്ട്. കൊളാറ്ററൽ എന്ന് പറഞ്ഞാൽ ലിങ്ക്ഡ് ടു, അതുമായി കണക്റ്റഡ് മാത്രമാണ്. ആ പേർപ്പസിനായിട്ടല്ല ഞാൻ കോൺട്രാക്ട് എൻ്റർ ചെയ്തത്. അതുകൊണ്ട് തന്നെ സാറ്റിസ്ഫൈഡ് ആയില്ലെങ്കിൽ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ഡാമേജ് ക്ലെയിം ചെയ്യാനേ പറ്റുള്ളൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. Akansh purchased a television set from Arvind, the owner of Gada Electronics, on the condition that first 3 days he check its quality and if satisfied he will pay for that, otherwise he will return. Either goods sent on approval basis അല്ലെങ്കിൽ goods sent on return basis, sale on return basis എന്നുള്ള ടോപ്പിക്കാണ്. അപ്പോൾ അങ്ങനെ അവർ കൊണ്ടുപോയി. സെല്ലർ അത് എഗ്രീം ചെയ്തു. നോർമലി സെയിൽ ഓൺ അപ്രൂവൽ ബേസിസിൽ എപ്പോഴാണ് ഓണർഷിപ്പ് ട്രാൻസ്ഫേർഡ് ആവുക? ഓണർഷിപ്പ് ട്രാൻസ്ഫേർഡ് ആവണമെങ്കിൽ ഒന്നെങ്കിൽ ബയർ സിഗ്നിഫൈസ് ഹിസ് വില്ലിംഗ്നെസ്, ബയർ അറിയിക്കാണ് സെല്ലറിന് ഞാൻ അത് വാങ്ങി എന്നുള്ളത്. അല്ലെങ്കിൽ ബയർ അഡോപ്റ്റ്സ് ദി ഗുഡ്സ് ബൈ ഹിസ് ആക്ട്, ബയർ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാണ് ഗുഡ്സിൽ, വേർ ബൈ ആള് സിഗ്നൽ കൊടുക്കുകയാണ് ഞാൻ ഈ ഗുഡ്സ് അഡോപ്റ്റ് ചെയ്തു എന്നുള്ളത്. അയാളുടെ ആക്ഷൻസിലൂടെ എക്സ്പ്രസ് അല്ലെങ്കിൽ ഇംപ്ലൈഡ്. ഇനി ഇതൊന്നും അല്ലെങ്കിൽ തേർഡ് പോയിന്റ് പറയുന്നത് ബയർ റീറ്റെയിൻസ് ദി ഗുഡ് ബിയോണ്ട് റീസണബിൾ പീരിയഡ്. നിങ്ങൾ വേണമെന്നും പറഞ്ഞില്ല വേണ്ടാന്നും പറഞ്ഞില്ല, പക്ഷേ ഗുഡ്സ് റിട്ടേൺ ചെയ്തില്ല. ഒരു റീസണബിൾ പീരീഡ് കഴിഞ്ഞിട്ടും ഗുഡ്സ് റിട്ടേൺ ചെയ്തില്ല. ഈ കേസസിലൊക്കെ സെയിൽ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഓൺ ദി സെക്കൻഡ് ഡേ ടെലിവിഷൻ വാസ് സ്പോയിൽഡ് ഡ്യൂ ടു ആൻ എർത്ത് ക്വേക്ക്. ഓക്കെ, അടിപൊളി. സാധനം ഡിസ്ട്രോയിഡ് ആയി. നോ സി, ബയറിന്റെ കെയർലെസ്നെസ് കാരണം സാധനം ഡിസ്ട്രോയിഡ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബയർ എന്തെങ്കിലും ഗുഡ്സിന് തിരിച്ചു കൊടുക്കൽ ഇമ്പോസിബിൾ ആണ്, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ സെല്ലറിനെ സെയിലായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഈ കേസിൽ ഇത് എർത്ത് ക്വേക്ക് ആണ്, ബയറിന്റെ ഫോൾട്ടോ കാര്യങ്ങളൊന്നുമല്ല, ഗുഡ്സ് ഡിസ്ട്രോയിഡ് ആയി. ആൻഡ് സാധാരണ കേസിൽ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ ദ റൂൾ ഇസ് റിസ്ക് ട്രാൻസ്ഫേഴ്സ് വിത്ത് ഓണർഷിപ്പ്. ആരുതാണോ ഓണർഷിപ്പ് അവരുതാണ് റിസ്ക്. ഞാൻ നിങ്ങൾക്കൊരു ഗുഡ്സ് വിറ്റു, പൊസിഷൻ കിട്ടിയോ കിട്ടിയില്ല നോക്കണ്ട, എൻ്റെ ഗോഡൗണിലാണ് ഗുഡ്സ്, സെയിൽ നടന്നു, നിങ്ങൾ ഓണറായി, നിങ്ങൾ പറയണം നിങ്ങൾ അടുത്ത ആഴ്ച ഗുഡ്സിന് ഡെലിവറി എടുക്കാമെന്ന്, സെയിൽ നടന്നു. ഇനി എൻ്റെ ഗോഡൗണിൽ ആ ഗുഡ്സിന് തീ പിടിച്ചാൽ നിങ്ങളെ ലോസാണ്, കാരണം റിസ്ക് ട്രാൻസ്ഫേർഡ് ആയി, ഓണർഷിപ്പ് ട്രാൻസ്ഫേർഡ് ആയി. ഈ കേസിൽ ഗുഡ്സ് സെൻഡ് ഓൺ അപ്രൂവൽ ബേസിസിൽ ഓണർഷിപ്പ് ട്രാൻസ്ഫേർഡ് ആവുന്നില്ല. സെല്ലർ തന്നെയാണ് ഓണർ, പൊസിഷൻ ബയർ കയ്യിലാണ്. നമ്മൾ പറഞ്ഞ കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രമേ ബയർ ഓണർ ആവുള്ളൂ. എന്നിട്ട് എർത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ദിസ് ഇസ് ഇമ്പോസിബിലിറ്റി, കോൺട്രാക്ട് വോയിഡ് ആവുന്ന കേസ് നമ്മൾ ഉണ്ടാകുന്നത്. അപ്പോൾ അരവിന്ദ് ഡിമാൻഡ്സ് ദി പ്രൈസ് ഫോർ ദി ടെലിവിഷൻ ഫ്രം അകൻഷ്. അപ്പോൾ സെല്ലർ പ്രൈസ് ചോദിക്കുകയാണ്. വെദർ അകൻഷ് ഇസ് ലയബിൾ ടു പേ ദ പ്രൈസ് അണ്ടർ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, ഹൂ വിൽ ബെയർ ദി ലോസ്. അപ്പോൾ ലോസ് ഓണർഷിപ്പുമായിട്ടാണ്. ഇവിടെ ഓണർഷിപ്പ് ട്രാൻസ്ഫേർഡ് ആയിട്ടില്ല, സെല്ലറിന്റെ ലോസ് ആണ്. പൈസ കൊടുക്കാൻ ലയബിൾ ആവില്ല. ബയറിന്റെ ഫോൾട്ട് കൊണ്ടല്ല ഇവിടെ ഗുഡ്സ് ഡിസ്ട്രോയിഡ് ആയത്. ബയറിന്റെ ഫോൾട്ട് കൊണ്ടായിരുന്നെങ്കിൽ ഓക്കെ, അമൗണ്ട് കൊടുക്കാൻ ലയബിൾ ആവും എന്ന് പറയായിരുന്നു. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ സെക്ഷൻ 24 ഗുഡ്സ് ഓൺ അപ്രൂവൽ ബേസിസ് അല്ലെങ്കിൽ സെയിൽ ഓൺ റിട്ടേൺ ബേസിസ് ഡിസ്കസ് ചെയ്യുന്നത്. വെൻ ദി ഗുഡ്സ് ആർ ഡെലിവേർഡ് ടു ദി ബയർ ഓൺ അപ്രൂവൽ ഓർ സെയിൽ ഓർ റിട്ടേൺ ഓർ അതർ സിമിലർ ടേംസ്, അങ്ങനത്തെ സിമിലർ എന്തെങ്കിലും പോയിന്റ്സ്. അപ്പോൾ ഇതൊന്നും എഴുതണം നിർബന്ധമല്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ആസ് പെർ റെലവന്റ് പ്രൊവിഷൻസ് ഓഫ് ദി സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, വെൻ ദി ഗുഡ്സ് ആർ ഡെലിവേർഡ് ടു ദി ബയർ ഓൺ ഗുഡ്സ് സെൻഡ് ഓൺ അപ്രൂവൽ ബേസിസ് അല്ലെങ്കിൽ സെയിൽ ഓൺ റിട്ടേൺ ബേസിസ് എന്ന് എഴുതിയാൽ മതി. പ്രോപ്പർട്ടി പാസസ് ടു ദി ബയർ. പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഓണർഷിപ്പ്. പ്രോപ്പർട്ടി എന്നുള്ളത് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ ഓണർഷിപ്പിന് യൂസ് ചെയ്യുന്ന ഒരു കീവേഡ് ആണ്. പ്രോപ്പർട്ടി പാസസ് ടു ദി ബയർ വെൻ ഹി സിഗ്നിഫൈസ് ഹിസ് അപ്രൂവൽ ഓർ അക്സെപ്റ്റൻസ് ടു ദി സെല്ലർ. ആള് അറിയിച്ചു, ബയർ സെല്ലറിന് അറിയിച്ചു ഞാൻ ഗുഡ്സ് എടുത്തു എന്നുള്ളത്. വെൻ ഹി ഡസ് എനി അതർ ആക്ട് അഡോപ്റ്റിംഗ് ദ ട്രാൻസാക്ഷൻ. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ എക്സ്പ്രസ് ആയിട്ട് അറിയിച്ചു, ഓർ നിങ്ങൾ ഇംപ്ലൈഡ് ആയിട്ട് നിങ്ങൾ ആക്ഷൻസിലൂടെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് അറിയിച്ചു. ഇഫ് ഹി ഡസ് നോട്ട് സിഗ്നിഫൈസ് അപ്രൂവൽ ആർ അക്സെപ്റ്റൻസ് ടു സെല്ലർ ബട്ട് റീറ്റെയിൻസ്, ഇവിടെ നിന്നാണ് മെയിൻ പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. റീറ്റെയിൻസ് ദി ഗുഡ്സ് ബിയോണ്ട് റീസണബിൾ ടൈം. നിങ്ങളുടെ ഡ്യൂട്ടിയാണ് സെയിൽ ഓൺ റിട്ടേൺ ബേസിസിൽ വേണോ വേണ്ടതെന്ന് റീസണബിൾ ടൈമിൽ അറിയിക്കുക. ഇനി വേണ്ടെന്നുണ്ടെങ്കിൽ റീസണബിൾ ടൈമിൽ തിരിച്ചു കൊടുക്കുക. നിങ്ങൾ ഇതൊന്നും ചെയ്തില്ല, നിങ്ങൾ റീറ്റെയിൻ ചെയ്തു. ഈ കേസിലും സെല്ലറിന് സെയിലായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. Further, Section 8, where there is an agreement to sell specific goods, subsequently the goods without the fault on the part of seller or buyer. രണ്ടാളെ സൈഡിലും ഫോൾട്ട് സംഭവിച്ചിട്ടില്ല. earthquake ആണ്, ബയറിന്റെ ഫോൾട്ട് അല്ല. perish, goods destroyed ആയി, or become so damaged as no longer to answer their description in the agreement. Oh man,
സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിന്റെ എഗ്രിമെന്റിൽ എൻ്റർ ചെയ്യുമ്പോൾ ആ എഗ്രിമെന്റിൽ പറയുന്ന ഡിസ്ക്രിപ്ഷൻ മാച്ച് ആവണ വിധത്തിൽ അല്ല ഇപ്പോൾ ഗുഡ്സ് ഉള്ളത്, ഗുഡ്സ് ഡിസ്ട്രോയിഡ് ആയി ബിഫോർ ദ റിസ്ക് പാസസ്. ഇവിടെയൊക്കെ സംഭവിക്കണമെന്ന് വെച്ചാൽ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആയിട്ട് ഗുഡ്സ് ഡിസ്ട്രോയിഡ് ആയാൽ ബയറിന്റെ ലോസ് ആണ്, ഓണർഷിപ്പ് ട്രാൻസ്ഫേർഡ് ആവുന്നതിന് മുന്നേ ഗുഡ്സ് ഡിസ്ട്രോയിഡ് ആയാൽ സെല്ലറിന്റെ ലോസ് ആണ്. ഇവിടെ സെയിൽ ഓൺ റിട്ടേൺ ബേസിസിൽ ഓണർഷിപ്പ് ട്രാൻസ്ഫേർഡ് ആയിട്ടില്ല, ആ കേസിൽ എഗ്രിമെന്റ് ഇസ് ദെയർബൈ അവോയ്ഡഡ്, കോൺട്രാക്ട് വോയിഡ് ആയി, ബയർ ഡാമേജ് കൊടുക്കാനും ലയബിൾ ആവില്ല. അക്കോർഡിംഗ് ടു ദ അബവ് പ്രൊവിഷൻസ് ആൻഡ് ഫാക്ട് ദ പ്രോപ്പർട്ടി ഇസ് നോട്ട് പാസ് ടു ബയർ ആസ് ദ കണ്ടീഷൻ ഓഫ് സെക്ഷൻ 24 ഇസ് നോട്ട് സാറ്റിസ്ഫൈഡ്. സെയിൽ ഓൺ റിട്ടേൺ ബേസിസിൽ ഒരു കണ്ടീഷനോട് സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല, ബയർ അറിയിച്ചിട്ടില്ല, കണ്ടക്റ്റിലൂടെ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല, റീസണബിൾ പീരീഡിനേക്കാൾ ബിയോണ്ട് റീറ്റെയിൻ ചെയ്തിട്ടുമില്ല. 3 days ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു, രണ്ടാമത്തെ ദിവസം earthquake സംഭവിച്ചു. ഹെൻസ് ദ റിസ്ക് ഹാസ് നോട്ട് പാസ് ടു ദി ബയർ ആൻഡ് ദ എഗ്രിമെന്റ് ഈസ് ദെയർബൈ അവോയ്ഡഡ്. Akansh is not liable to pay the price. The loss finally should be borne by seller. നമ്മൾ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ പ്രൊവിഷൻ ഫസ്റ്റ് എഴുതുക, നിയമം എന്താ പറഞ്ഞ എഴുതുക, ഫാക്ട് ക്വസ്റ്റ്യനിൽ സംഭവിച്ചത് എന്താണെന്ന് ജസ്റ്റ് സമ്മറി ആയിട്ട് എഴുതുക, അനാലിസിസ് അതായത് ഈ ഫാക്റ്റും ഈ പ്രൊവിഷനും തമ്മിലുള്ള ബന്ധം എന്താ എന്നുള്ള അനാലിസിസിൽ എഴുതുക, ലാസ്റ്റ് കൺക്ലൂഷൻ എഴുതുക. ഇതിൽ എക്സാം ലെങ്തി ആണ്, ടൈം കിട്ടില്ല തോന്നുകയാണെങ്കിൽ ഫാക്റ്റിന്റെ പോർഷൻ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും, കാരണം ഫാക്ട് ക്വസ്റ്റ്യൻ തന്ന അതേ ഡാറ്റ നമ്മൾ എഴുതിയെന്ന് മാത്രം, നമ്മുടെ വക ഒരു വാല്യൂ അഡീഷനും ഇല്ല. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 11. പിന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉള്ളൂ, വിത്ത് ദാറ്റ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് കഴിഞ്ഞു. മിസ്റ്റർ അരുൺ കോൺട്രാക്ടഡ് ടു സെൽ ഹിസ് സ്വിഫ്റ്റ് കാർ ടു മിസ്റ്റർ നിഖിൽ. അപ്പോൾ അരുൺ സെല്ലർ, നിഖിൽ ബയർ, ബോത്ത് മിസ് ടു ഡിസ്കസ് ഓൺ ദി പ്രൈസ്. രണ്ടുപേരും പ്രൈസ് എന്താ എന്നുള്ളത് ഡിസ്കസ് ചെയ്തിട്ടില്ല സെയിൽ കോൺട്രാക്ട് എൻ്റർ ചെയ്യുന്ന സമയത്ത്. മിസ്റ്റർ അരുൺ റിഫ്യൂസ് ടു സെൽ ഹിസ് സ്വിഫ്റ്റ് കാർ ടു നിഖിൽ ഓൺ ദി ഗ്രൗണ്ട് ദാറ്റ് എഗ്രിമെന്റ് ഇസ് വോയിഡ് ബീങ് അൺസർട്ടൻ അബൌട്ട് ദി പ്രൈസ്. ഡസ് മിസ്റ്റർ നിഖിൽ ഹാവ് എ റൈറ്റ് അഗേൻസ്റ്റ് മിസ്റ്റർ അരുൺ അണ്ടർ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്? സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ പ്രൈസ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. യെസ്, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ നമ്മൾ കൺസിഡറേഷൻ എന്ന് പറഞ്ഞതാണ് ഇവിടെ പ്രൈസ്. ആൻഡ് കൺസിഡറേഷൻ പ്രൈസും തമ്മിൽ ഡിഫറൻസ് എന്താ, കൺസിഡറേഷൻ കൈൻഡും ആവാം. ഞാൻ നിങ്ങൾക്ക് ഫോൺ തന്നു, നിങ്ങൾ എനിക്ക് ലാപ്ടോപ്പ് തന്നു. കോൺട്രാക്ട് ആക്ടിൽ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ സംതിങ് ഇൻ റിട്ടേൺ ആണ്, ഫുള്ള് ക്യാഷ് തന്നെ ആവണമെന്നില്ല. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ ഇത് നമ്മൾ ബാർട്ടർ സിസ്റ്റമാണ്. ഞാൻ നിങ്ങൾക്ക് ഫോൺ തന്നു, നിങ്ങൾക്ക് ലാപ്ടോപ്പ് തന്നാൽ അത് സെയിലിൽ പെടില്ല, കാരണം സെയിലിൽ പ്രൈസ് മോണിറ്ററി കൺസിഡറേഷൻ വേണമെന്നുള്ള കമ്പൽസറി ആണ്. അത് പാർട്ട്ലി ഇൻ ക്യാഷ്, പാർട്ട്ലി ഇൻ കൈൻഡ് അലൗഡ് ആണ്, ഫുള്ളി ഇൻ കൈൻഡ് പറ്റൂല, ഫുള്ളി ഇൻ ക്യാഷ് പറ്റും. അങ്ങനെ അതൊക്കെ നോർമൽ റൂൾ. ഇവിടുത്തെ വിഷയം അതല്ല. സെല്ലർ ബയർ എഗ്രിമെന്റിൽ എൻ്റർ ചെയ്തു, ഗുഡ്സ് വിൽക്കാന്ന് പറഞ്ഞു, ഇയാൾ വാങ്ങാന്നും പറഞ്ഞു, പ്രൈസ് ഫിക്സ് ചെയ്തിട്ടില്ല. ഈ പേരും പറഞ്ഞിട്ട് ഇയാൾ സെല്ലർ ഫ്യൂച്ചറിൽ ഡിനൈ ചെയ്യാൻ നോക്കുകയാണ്. പ്രൈസ് ഫിക്സ് ചെയ്തില്ലെങ്കിൽ കോൺട്രാക്ട് വോയിഡ് ആവോ? ദി ആൻസർ ഇസ് നോ, വോയിഡ് ആവില്ല. സെല്ലർ ക്ലെയിം ചെയ്യാൻ നോക്കണം, അതാ പ്രൈസ് ഫിക്സ് ചെയ്യാത്തതുകൊണ്ട് വോയിഡ് ആയെന്നുള്ളത്. സെയിൽ ചെയ്യാൻ എഗ്രി ചെയ്തേ, പ്രൈസ് ഫിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് പറഞ്ഞത് ഒരു റീസണബിൾ പ്രൈസ് നിങ്ങൾ കൊടുക്കാൻ ലയബിൾ ആവും. പ്രൈസ് ഏതൊക്കെ രീതിയിൽ ഫിക്സ് ചെയ്യുക? പ്രൈസ് എഗ്രീഡ് മാനറിൽ ഫിക്സ് ചെയ്യുക, കസ്റ്റം ഓഫ് ട്രേഡ് അതായത് ഇംപ്ലൈഡ് ആയിട്ട് സർക്കംസ്റ്റൻസ് ബേസിൽ ഫിക്സ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി ഫിക്സ് ചെയ്യുന്ന പ്രൈസ്, അതും വാലിഡ് ആണ്. എന്താണോ നിങ്ങൾ എഗ്രി ചെയ്തത്, ഇതൊന്നും ഇല്ലെങ്കിലും റീസണബിൾ പ്രൈസ് കൊടുക്കണം എന്നാണ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് പറയുന്നത്. അപ്പോൾ ഈ കേസിൽ ഈ പേര് പറഞ്ഞിട്ട് സെല്ലറിന് കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, റീസണബിൾ പ്രൈസ് കൊടുക്കാൻ ലയബിൾ ആവും. As per relevant provisions of Sale of Goods Act, price is the consideration for sale of goods and therefore it is the requirement. ഇതൊക്കെ പ്രൈസ് വേണം എന്നുള്ള കമ്പൽസറി തന്നെയാണ്. പ്രൈസ് ഇല്ലാതെ സെയിൽ നടത്തിയാൽ നമ്മൾ സെയിൽ എന്നല്ല പറയാം, നമുക്ക് അതൊന്നെങ്കിൽ ഗിഫ്റ്റ് എന്ന് പറയേണ്ടി വരും, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ വരില്ല. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പക്ഷേ അക്കോർഡിംഗ് ടു സെക്ഷൻ 9, ദ പ്രൈസ് ഇൻ എ കോൺട്രാക്ട് ഓഫ് സെയിൽ മേ ബി ഫിക്സഡ് ബൈ ദി കോൺട്രാക്ട്. ഒന്നെങ്കിൽ സെല്ലറിനും ബയറിനും തന്നെ ഫിക്സ് ചെയ്യാം, ഓർ മേ ബി ലെഫ്റ്റ് ടു ബി ഫിക്സഡ് ഇൻ എ മാനർ thereby agreed or may be determined by the course of dealing. പാർട്ടീസിന് ഡീലിംഗ് ബേസിസ് നമുക്ക് തീരുമാനിക്കാം എന്ന് പറയാം, കണ്ടക്റ്റിലൂടെ തീരുമാനിക്കാം, എഗ്രിമെന്റ് തീരുമാനിക്കാം, എന്തും ചെയ്യാം. ഈവൻ ദോ ബോത്ത് ദി പാർട്ടീസ് മിസ്ഡ് ഡിസ്കസിംഗ് ദ പ്രൈസ് ഓഫ് ദി കാർ വൈൽ മേക്കിംഗ് ദി കോൺട്രാക്ട്, ഇറ്റ് വിൽ ബി എ വാലിഡ് കോൺട്രാക്ട്. പ്രൈസ് ഡിസ്കസ് ചെയ്യാൻ വിട്ടുപോയി എന്നുള്ളത്, പ്രൈസ് കൊടുക്കണം എന്നുള്ള ഇന്റൻഷൻ ഉണ്ടായിരുന്നു, ഡിസ്കസ് ചെയ്യാൻ വിട്ടുപോയതാണ്, അല്ലാതെ ഫ്രീ ആയിട്ട് കൊടുക്കാന്നുള്ള തീരുമാനം അല്ലേന്നു. റാദർ ദൻ ബീങ് അൺസർട്ടൻ ഓർ വോയിഡ്, ദ ബയർ ഷാൽ പേ എ റീസണബിൾ പ്രൈസ് ഇൻ ദിസ് സിറ്റുവേഷൻ. In this case, Mr. Arun and Mr. Nikhil have entered into a contract of sale for a Swift car, but they did not fix the price of the same. Mr. Arun refused to sell the car to Mr. Nikhil on this ground. അപ്പോൾ ഇതുവരെ ഫാക്റ്റ് ആണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ക്വസ്റ്റ്യനിൽ അതേ സാധനം എഴുതിക്കാണ്. ഇത് ടൈം ഉണ്ടെങ്കിൽ മാത്രം എഴുതുക. നമുക്ക് ടൈപ്പ് ചെയ്ത കോണ്ടന്റ് കാണുമ്പോൾ ഇത്ര ഉള്ളൂ തോന്നും, ഇത് എഴുതി വരുമ്പോൾ കുറേ ഉണ്ടാവും. ടൈം ഉണ്ടെങ്കിൽ മാത്രം എഴുതുക, അല്ലെങ്കിൽ ഫാക്റ്റ് ഒഴിവാക്കുക. ഇവിടെ മിസ്റ്റർ നിഖിൽ ക്യാൻ ലീഗലി ഡിമാൻഡ്, നിഖിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ബയർ എന്ന്, demand the car from Arun and Mr. Arun can recover reasonable price from Nikhil. സാധാരണ കേസിൽ കോൺട്രാക്ട് ആക്ടിൽ പ്രൈസ് ഫിക്സ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ, ഞാനിപ്പോൾ നിങ്ങളോട് പറയാണ്, എൻ്റെ ഫോൺ ഞാൻ നിങ്ങൾക്ക് ഐ എം റെഡി ടു സെൽ യു മൈ ഫോൺ ഫോർ സംവെയർ ബിറ്റ്വീൻ 20,000 to 30,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രൈസ് അൺസർട്ടൈൻ ആണ്, കോൺട്രാക്ട് വോയിഡ് ആവും. നമ്മൾ ഓയിൽ ട്രേഡറിൻ്റെ എക്സാമ്പിളൊക്കെ ഉണ്ടായിരുന്നു. മൾട്ടിപ്പിൾ ഓയിൽ സെയിൽ ചെയ്യുന്ന ട്രേഡർ
കോക്കനട്ട് ഓയിൽ, സൺഫ്ലവർ ഓയിൽ, ആൽമണ്ട് ഓയിൽ, ആ ട്രേഡർ ഏത് ഓയിലാണ് വിൽക്കുന്നത് എന്ന് പറയാതെ ഞാൻ നിങ്ങൾക്ക് 100 ലിറ്റർ ഓയിൽസ് വിൽക്കാം എന്ന് പറഞ്ഞാൽ ആ കോൺട്രാക്ട് അൺസർട്ടൈൻ, മീനിങ് അൺസർട്ടൈൻ ആയത് കാരണം വോയിഡ് ആവും. ഇതേമാതിരി പ്രൈസ് ഫിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ കോൺട്രാക്ട് ആക്ട് വോയിഡ് ആവും. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് പ്രൈസ് ഫിക്സ് ചെയ്തില്ല എന്നൊട്ട് കാരണം കൊണ്ട് വോയിഡ് ആവില്ല. സെയിൽ ചെയ്യാൻ എഗ്രി ചെയ്തതല്ലേ, പ്രൈസ് ഫിക്സ് ചെയ്തില്ലെങ്കിൽ റീസണബിൾ പ്രൈസ് കൊടുക്കണം എന്നാണ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് പറയുന്നത്. 12. Shankar sold 1000 kg wheat to Ganesh on credit of 3 months. ക്രെഡിറ്റ് പീരീഡിലാണ് വിറ്റത് 3 months. വീറ്റ് വാസ് ടു ബി ഡെലിവേർഡ് ആഫ്റ്റർ 10 days. ഇന്ന് കോൺട്രാക്ട് എൻ്റർ ചെയ്തു, 10 days സാധനം തരാമെന്ന് പറഞ്ഞു. നിങ്ങൾ എനിക്ക് 3 മാസത്തിൽ പൈസ തന്നാൽ മതി എന്ന് സെല്ലർ പറഞ്ഞു. ആഫ്റ്റർ 5 days ഓഫ് കോൺട്രാക്ട്, എ ഫ്രണ്ട് ഓഫ് മിസ്റ്റർ ശങ്കർ സീക്രട്ട്ലി ഇൻഫോംഡ് ഹിം ദാറ്റ് മിസ്റ്റർ ഗണേഷ് മേ ഡിഫോൾട്ട് ഇൻ ദ പേയ്മെന്റ്. സെല്ലറിന്റെ ഫ്രണ്ട് വന്നിട്ട് പറയാണ്, നിങ്ങളിപ്പോൾ വിൽക്കാൻ പോകുന്ന ആൾ ചിലപ്പോൾ പൈസ ഡിഫോൾട്ട് വരുത്തിയേക്കാം, പൈസ കിട്ടാതെ വന്നേക്കാം. ഓൺ ദി ഇൻഫർമേഷൻ ഓഫ് ദ ഫ്രണ്ട്, മിസ്റ്റർ ശങ്കർ അപ്ലൈഡ് റൈറ്റ് ടു ലീൻ, അൺപെയ്ഡ് സെല്ലർ എന്നുള്ള ടോപ്പിക്കിൽ റൈറ്റ് ടു ലീൻ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആൻഡ് വിത്ത് ഹെൽത്ത് ഡെലിവറി 5 ദിവസമായി, ഇപ്പോൾ 10 ദിവസത്തിൽ സാധനം തരാന്നല്ലേ പറഞ്ഞ് 5 ദിവസമായി. ഫ്രണ്ടിൻ്റെ അടുത്ത് ഇൻഫർമേഷൻ കിട്ടി, ബയറിൻ്റെ അടുത്ത് ചിലപ്പോൾ പൈസ കിട്ടൂല, ഇയാൾ ലീൻ എക്സൈസും ചെയ്തു. സ്റ്റേറ്റ് മിസ്റ്റർ ശങ്കർ വാസ് റൈറ്റ് ഇൻ ഹിസ് ഡിസിഷൻ. സെല്ലർ അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെല്ലർ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? സെക്കൻഡ്, വാട്ട് വുഡ് ബി ആൻ ആൻസർ ഇഫ് മിസ്റ്റർ ഗണേഷ് ബിക്കേം ഇൻസോൾവെന്റ് വിത്തിൻ 5 days? ഇത് സെക്കൻഡ് സിനാരിയോ. നോർമലി ലീൻ എന്ന് പറഞ്ഞാൽ റീറ്റെയിൻ പൊസിഷൻ, അതാണ് കീവേഡ്. നിങ്ങളെ കയ്യിൽ റീറ്റെയിൻ പൊസിഷൻ, അതായത് നിങ്ങൾ ഗുഡ്സിന്റെ സെല്ലറാണ്, നിങ്ങൾ സെല്ലറാണ്, ബയർ സെയിൽ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തു, അതായത് ഓണർഷിപ്പ് ട്രാൻസ്ഫേർഡ് ആയി, ഗുഡ്സിന്റെ പൊസഷൻ ഇപ്പോഴും നിങ്ങളെ കയ്യിലുണ്ട്, ആൻഡ് നിങ്ങൾ അൺപെയ്ഡ് സെല്ലറായി. ഇതാണ് കണ്ടീഷൻ. അൺപെയ്ഡ് സെല്ലർ എന്ന് പറഞ്ഞാൽ ഹോൾ ഓഫ് ദി കൺസിഡറേഷൻ വാസ് നോട്ട് പെയ്ഡ്. നിങ്ങൾക്ക് ഫുൾ എമൗണ്ട് കിട്ടിയിട്ടില്ല, ഒരു പോർഷൻ കിട്ടിയാലും നിങ്ങൾ പെയ്ഡ് സെല്ലർ ആവില്ല, അൺപെയ്ഡ് സെല്ലറാണ്. ഫുൾ എമൗണ്ട്, എത്ര എമൗണ്ട് ആണ് വിറ്റത് ആ ഫുൾ എമൗണ്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ അൺപെയ്ഡ് സെല്ലറാണ്. ഓർ സെക്കൻഡ് സിനാരിയോ, ബയർ ഇൻസോൾവെന്റ് ആയി, അപ്പോൾ നിങ്ങൾ അൺപെയ്ഡ് സെല്ലറാണ്. അപ്പോൾ ഇതൊക്കെ എപ്പോഴും ആപ്ലിക്കബിൾ ആവുക? ഒന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ക്യാഷ് സെയിലാണ് നടത്തിയത്, പൈസ കിട്ടിയിട്ടില്ല, ഞാൻ അൺപെയ്ഡ് സെല്ലറാണ്. അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ക്രെഡിറ്റ് സെയിലാണ് നടത്തിയത്, ക്രെഡിറ്റ് പീരീഡ് കഴിഞ്ഞു, പൈസ കിട്ടിയില്ല, ഞാൻ അൺപെയ്ഡ് സെല്ലറാണ്. അല്ലെങ്കിൽ ഇൻസോൾവെന്റ് ആയി, അപ്പോൾ ഇൻസോൾവെന്റ് ആയി പിന്നെ ക്രെഡിറ്റ് പീരീഡ് ആവണവരെ കാത്തിക്കേണ്ട ആവശ്യമില്ല, ഇനി പൈസ കിട്ടൂല, ഫുൾ എമൗണ്ട് കിട്ടൂല, അപ്പോൾ നിങ്ങൾ അൺപെയ്ഡ് ആണ്. ഈ സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് ഗുഡ്സിന്റെ പൊസിഷൻ കയ്യിലുണ്ടെങ്കിൽ റീറ്റെയിൻ പൊസിഷൻ റീറ്റെയിൻ ചെയ്യാൻ പറ്റും. വി കോൾ ഇറ്റ് ലീൻ. പൊസിഷൻ കാരിയറിന് കൊടുത്തു, ബയറിന് അടുത്ത് എത്തിയിട്ടില്ല, ബയർ ഇൻസോൾവെന്റ് ആയാൽ സെല്ലറിന് സ്റ്റോപ്പ് എഞ്ചിൻ ട്രാൻസിറ്റ് എക്സസൈസ് ചെയ്യാം. അപ്പോൾ ഈ കേസിൽ ബാക്കി കണ്ടീഷൻസ് ഒക്കെ ഓക്കെ, പൊസിഷൻ കയ്യിലുണ്ട്, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ലീൻ എക്സസൈസ് ചെയ്യുന്ന കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈഡ് ആയില്ല. ഈ കേസിൽ ബയർ ഇൻസോൾവെന്റ് ആയിട്ടില്ല, ക്രെഡിറ്റ് പീരീഡ് 3 മാസം ക്രെഡിറ്റ് പീരീഡിന് കൊടുത്തത്, ക്രെഡിറ്റ് പീരീഡ് തീർന്നിട്ടില്ല, ക്യാഷ് സെയിലൊന്നും അല്ല നടത്തിയത്. അപ്പോൾ ജസ്റ്റ് ഒരു ഫ്രണ്ട് പറഞ്ഞു എന്നുള്ള പേരിൽ നിങ്ങൾക്ക് ലീൻ എക്സസൈസ് ചെയ്യാൻ പറ്റൂല. നേരെ മറിച്ച് സെക്കൻഡ് കേസിൽ ഇൻസോൾവെന്റ് ആയ കേസ് ആയിരുന്നെങ്കിൽ യെസ്, ലീൻ എക്സസൈസ് ചെയ്യാൻ പറ്റും, കാരണം ഇനി പൈസ കിട്ടൂല. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 12, as per relevant provisions of the Sale of Goods Act, seller of goods is deemed to be unpaid. ഏതൊക്കെ കേസസിലാണ് നിങ്ങൾ അൺപെയ്ഡ് സെല്ലറായിട്ട് ട്രീറ്റ് ചെയ്യുക? ഹോൾ ഓഫ് ദി പ്രൈസ് ഹാസ് നോട്ട് ബീൻ പെയ്ഡ് ഓർ ടെൻഡേർഡ്. ടെൻഡേർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺട്രാക്ട് ആക്ടിൽ യൂണിറ്റ് 4 അറ്റംപ്റ്റഡ് പെർഫോമൻസ്, ആക്ച്വൽ പെർഫോമൻസ്, അറ്റംപ്റ്റഡ് പെർഫോമൻസ് എന്നുള്ള 2 ടോപ്പിക് ഉണ്ട്. അറ്റംപ്റ്റഡ് പെർഫോമൻസ്, ബയർ പൈസ തരാൻ ട്രൈ ചെയ്തു, നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു, പ്രോമിസി വേണ്ടാന്ന് പറഞ്ഞു, സെല്ലർ വേണ്ടാന്ന് പറഞ്ഞു, അത് നമ്മൾ കോൾ ഇറ്റ് ടെൻഡർ. അപ്പോൾ ടെൻഡർ പോലും ചെയ്തില്ല ബയർ, തരാൻ നോക്കിയത് പോലുമില്ല, അല്ലെങ്കിൽ പേയും ചെയ്തില്ല. ഹോൾ ഓഫ് ദി പ്രൈസ് 1000 റുപ്പീസിന്റെ ഗുഡ്സാണ് ഞാൻ നിങ്ങൾക്ക് വിറ്റത്, നിങ്ങൾ എനിക്ക് 900 റുപ്പീസ് തന്നു, 100 റുപ്പീസ് പെൻഡിങ് ഉണ്ട്, അപ്പോഴും ഞാൻ അൺപെയ്ഡ് ആണ്. ഫുൾ എമൗണ്ട് ഹോൾ ഓഫ് ദി പ്രൈസ് കിട്ടണം, എന്നാലേ പെയ്ഡ് സെല്ലർ ആവുള്ളൂ. അല്ലെങ്കിൽ വേറെ സെക്കൻഡ് കണ്ടീഷൻ വിച്ച് അൺപെയ്ഡ് സെല്ലർ ആവുക, ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് നിങ്ങൾക്ക് തന്നു, ഞാൻ നിങ്ങൾക്ക് ഒരു ചെക്ക് തന്നു, ബിൽ ഓഫ് എക്സ്ചേഞ്ച് തന്നു, നിങ്ങൾ എഴുതി യു ഓർഡർ മീ ടു പേ റുപ്പീസ് 1 lakh to you എന്നൊക്കെ എഴുതിയിട്ട് നിങ്ങൾ എഴുതി, ഞാനത് ഒപ്പിട്ട് തന്നു. പക്ഷേ ബട്ട് ദ സെയിം വാസ് ഡിസോണേഡ്. പൈസ കിട്ടാനുള്ള ഡ്യൂ ഡേറ്റ് ആയപ്പോൾ ബില്ല് ഡിസോണേഡ് ആയി, അല്ലെങ്കിൽ ചെക്ക് ഡിസോണേഡ് ആയി, നമുക്ക് പൈസ കിട്ടിയില്ല. അൺലെസ് ദിസ് പേയ്മെന്റ് വാസ് ആബ്സല്യൂട്ട് ആൻഡ് നോട്ട് എ കണ്ടീഷണൽ പേയ്മെന്റ്. കണ്ടീഷൻസ് ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടീഷൻസ് ഫാക്ടേഴ്സ് ഒന്നും വെക്കാതെ തന്നെ നിങ്ങൾക്ക് നമ്മൾ ബില്ല് തന്നു അല്ലെങ്കിൽ ചെക്ക് തന്നു, അത് ഡിസോണേർഡും ആയി, ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ അൺപെയ്ഡ് സെല്ലറായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. പ്രൊവൈഡ്സ് ദാറ്റ്, പിന്നെ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് പറഞ്ഞത് അൺപെയ്ഡ് സെല്ലേഴ്സ് റൈറ്റ് ഓഫ് ലീൻ അപ്പോൾ ഈ സെക്ഷനിൽ പറയുന്നുണ്ട്, ആ സെന്റൻസിന് ആവശ്യമില്ല. Accordingly, unpaid seller can retain the possession. ഇതാണ് ലീൻ എന്നുള്ള വേർഡിന്റെ മീനിങ്. Can retain the possession of the goods and refusal to deliver them and refuse to deliver them എഴുതണം അവിടെ ആക്ട്, refusal എന്നുള്ളത്, and refuse to deliver them to the buyer until the price due in respect of them is paid. Until the price is paid. കുറേ വെറുതെ unwanted sentence. Until the price is paid or tendered. This right can be exercised by him in the following cases only. എപ്പോഴൊക്കെയാണ് ലീൻ എക്സൈസ് ചെയ്യാൻ പറ്റുക? When the goods have been sold without a stipulation of credit. അതായത്
ക്രെഡിറ്റ് എന്നുള്ള ഒരു കണ്ടീഷൻ വെക്കാതെ ഓർ ഇൻ അതർ വേർഡ്സ് ക്യാഷ് സെയിൽ ആണ് നിങ്ങൾ നടത്തിയത്, പൈസ കിട്ടിയില്ല, ലീൻ എക്സൈസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് ക്യാഷ് സെയിൽ. വേർ ഗുഡ്സ് ഹാവ് ബീൻ സോൾഡ് ഓൺ ക്രെഡിറ്റ് ബട്ട് ദ ടേം ഓഫ് ക്രെഡിറ്റ് ഹാസ് എക്സ്പയർഡ്. ക്രെഡിറ്റ് സെയിൽ ആണ് നടത്തിയത്, ക്രെഡിറ്റ് പീരീഡ് കഴിഞ്ഞു, പൈസ കിട്ടിയില്ല. നമ്മുടെ കേസിൽ 3 മാസം ക്രെഡിറ്റ് പീരീഡ്, 3 മാസം കഴിഞ്ഞിട്ടില്ലേന്ന്. 5 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഫ്രണ്ട് വന്നിട്ട് ഇൻഫോം ചെയ്യാണ് ഇയാൾ പൈസ തരാനുള്ള ചാൻസ് ഇല്ല എന്നുള്ളത്. അല്ലെങ്കിൽ ബയർ ഇൻസോൾവെന്റ് ആയി. ഇത് തന്നെ നമ്മളെ ആൻസറിന്റെ സെക്കൻഡ് പാർട്ട്, ക്വസ്റ്റ്യൻ സെക്കൻഡ് പാർട്ട്. അവിടെ ലീൻ എക്സൈസ് ചെയ്യുക. ഫസ്റ്റ് പാർട്ടിൽ ജസ്റ്റ് കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് ഫ്രണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ കണ്ടീഷൻസ് ഒന്നും സാറ്റിസ്ഫൈഡ് ആണ്. ക്യാഷ് സെയിൽ അല്ല നടത്തിയ, ക്രെഡിറ്റ് സെയിലാണ് നടത്തിയ, ക്രെഡിറ്റ് പീരീഡ് കഴിഞ്ഞിട്ടില്ല, ബയർ ഇൻസോൾവെന്റും ആയില്ല. ആൻസർ ഓഫ് ഫസ്റ്റ് പാർട്ട് വുഡ് ബി ലീൻ എക്സൈസ് ചെയ്യാൻ പറ്റില്ല. ആൻസർ ഓഫ് സെക്കൻഡ് പാർട്ട് വുഡ് ബി ഇൻസോൾവെന്റ് ആയി, ലീൻ എക്സൈസ് ചെയ്യാം. മിസ്റ്റർ ഗണേഷ് പർച്ചേസ് 1000 kg ഓഫ് വീറ്റ് ഫ്രം ശങ്കർ. ഇത് നമ്മളെ ഫാക്ടിന്റെ ഏരിയ ആണ്. അപ്പോൾ ഞാൻ വെറുതെ വായിച്ച് ടൈം വേസ്റ്റ് ചെയ്യാൻ നിൽക്കണില്ല. അപ്പോൾ ഫ്രണ്ട് പറഞ്ഞ ബേസിസിൽ ഇയാൾ ലീൻ എക്സൈസ് ചെയ്തു. അപ്പോൾ ആൻസർ ഇനി അനാലിസിസും കൺക്ലൂഷനും. ഓൺ ദി ബേസിസ് ഓഫ് ദി അബവ് പ്രൊവിഷൻ it can be said that even Mr. Ganesh was unpaid until the term of credit has expired. Mr. Shankar had to perform his promise of supplying 1000 kg of rice. ഈ വേർഡിങ്സ് എഴുതിയ മെത്തേഡ് അത്ര ഒരു അടിപൊളി മെത്തേഡല്ല, കുറെ കൺഫ്യൂസിങ് മാറി എഴുതിയിട്ടുള്ളത്. അൾട്ടിമേറ്റ് അവർ കൺക്ലൂഷൻ പറയുന്നത് ശങ്കർ ഹാഡ് ടു പെർഫോം ഹിസ് പ്രോമിസ്, കൊടുത്ത പ്രോമിസ് ഫുൾഫിൽ ചെയ്യണം എന്നാണ്. ഓർ ഇൻ അതർ വേർഡ്സ് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്, നിങ്ങൾ അൺപെയ്ഡ് സെല്ലർ എന്ന് ഈ കേസിൽ ഫുള്ളായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ടേം എക്സ്പയർഡ് ആയിട്ടില്ല. 3 മാസം എന്ന് പറഞ്ഞ് 5 ദിവസമേ ആയിട്ടുള്ളൂ. എക്സ്പയർഡ് അല്ല, സാധനം കൊടുക്കേണ്ടി വരും. ബയർ ഇൻസോൾവെന്റ് ആയി കഴിഞ്ഞാൽ ബിഫോർ ദി ഡെലിവറി ശങ്കറിന് ഹാസ് ദ റൈറ്റ് ടു അപ്ലൈ ലീൻ ആൻഡ് ഹി കുഡ് വിത്ത്ഹോൾഡ് ദി ഡെലിവറി. ഇൻസോൾവെന്റ് ആയി കഴിഞ്ഞാൽ വൺ ഓഫ് ദി കണ്ടീഷൻ ട്രാക്ട് ആയി മേലെ പറഞ്ഞ് ആ കേസ് നമ്മൾ ലീൻ എക്സൈസ് ചെയ്യാം. സോ ദിസ് വാസ് ഓൾ അബൌട്ട് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്. ഞാൻ പറഞ്ഞ മാതിരി കോൺട്രാക്ട് ആക്ടിന്റെ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. RTP എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് പോസിബിൾ ഈ RTP മാത്രമല്ല, തൊട്ട് മുന്നത്തെ RTPയും ചെയ്യുക. തൊട്ട് മുന്നത്തെ RTPയിൽ എല്ലാ ക്വസ്റ്റ്യൻസും ഉണ്ടാവില്ല. ഓബിയസ്ലി കോൺട്രാക്ട് ആക്ട്, ഏജൻസി, ഇൻഡെംനിറ്റി, ഗ്യാരണ്ടി, പേയ്മെന്റ് പ്ലെജ് ഉണ്ടാവില്ല, നെഗോഷ്യബിൾ ഉണ്ടാവില്ല. ബട്ട് ബാക്കിയുള്ള ടോപ്പിക്സ് ഒക്കെ ഉണ്ടല്ലോ, അതിൽ പ്രാക്ടീസ് ചെയ്യുക. കാരണം ഈ RTP തന്നെ ചോദിക്കണമെന്നില്ല, തൊട്ട് മുന്നത്തെ RTPയും ചോദിക്കാം. വാട്ട് എവർ, ഏതായാലും വി ഹാവ് ഡിസ്കസ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്. ബാക്കിയുള്ള സീരീസും വിൽ ബി ഡൂയിങ് അക്കോർഡിംഗ്ലി ഇഫ് നിങ്ങളെ റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ. സോ ഇഫ് യു ഫൗണ്ട് ദിസ് വീഡിയോ യൂസ്ഫുൾ, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാം. ഡു ലെറ്റ് മി നോ ഇൻ ദി കമൻറ്റ്സ്. നിങ്ങൾ ബാക്കി ലൈക്സ് കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ബിസൈഡ്സ് ദിസ്, ഞാൻ മുന്നേ പറഞ്ഞ മാതിരി നമ്മളെ ഒരു ഫൗണ്ടേഷൻ്റെ ഡൗട്ട് ക്ലിയറിംഗ് കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ആണെങ്കിൽ മറ്റ് സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റി കാര്യങ്ങളൊക്കെ അവർ ചോദിക്കുന്ന ഡൗട്ട്സിൻ്റെ ബെനിഫിറ്റും നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ ക്ലിയർ ചെയ്യാൻ പറ്റും. ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, ഡു വെൽ.